നമസ്കാരം. എക്സ്പ്രസ് ന്യൂസിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രേക്ഷകരെ, വളരെ സന്തോഷമുള്ള ഒരു വാർത്ത. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു വാർത്ത പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർ വളരെ സന്തോഷത്തോടെ ആ വാർത്ത ഷെയർ ചെയ്ത് അത് ജനങ്ങളിൽ എത്തിച്ചിരുന്നു. ഞങ്ങൾ ചെയ്ത വാർത്ത ഇന്ന് ഒരു യുവജന സംഘടനയുടെ കയ്യിലെത്തി. ആ യുവജന സംഘടന നന്മ നിറഞ്ഞ മനസ്സോടെ ആ യുവജന സംഘടന ഏറ്റെടുക്കുകയും ഇന്ന് അവർ മുന്നോട്ട് വരികയും ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചെയ്ത ആ വാർത്ത എന്താണ്? ആ വാർത്തയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. കൊല്ലം ചിറക്കര ഗ്രാമപഞ്ചായത്തിലെ ഇടവട്ടം വാർഡിൽ മടത്തിൽക്കുളം ചരിവിള വീട്ടിൽ ശ്രീകണ്ഠൻ പൊന്നമ്മ ദമ്പതികളുടെ കുടുംബത്തെയാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഇരുവരും കൂലിവേലക്കാരാണ്. തെങ്ങ് കയറ്റ തൊഴിലാളിയായ ശ്രീകണ്ഠൻ ഹൃദ്രോഗബാധിതനായതോടെ തെങ്ങ് കയറ്റം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇരുവരും തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് അന്നത്തിനുള്ള വക കണ്ടെത്തുന്നത്. ഇവർക്ക് 3 മക്കളാണുള്ളത്. ഇപ്പോൾ ഇവർക്കൊപ്പം 2 മക്കളും അവരുടെ മക്കളും ഉൾപ്പെടെ 7 അംഗങ്ങളാണുള്ളത്. ഇവരെല്ലാവരും കഴിയുന്നതാകട്ടെ മണ്ണ് കുഴച്ചു കെട്ടിയ അരഭിത്തിയും ബാക്കി ഭാഗം പ്ലാസ്റ്റിക് അരിച്ചാക്കും ടാർപോളിൻ ഷീറ്റും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓലമേഞ്ഞതും പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയതുമായ മേൽക്കൂരയുമാണ്. വാതിലുകളാകട്ടെ എണ്ണപ്പാട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുക്കളയും കിടപ്പുമുറിയും വേർതിരിക്കുന്നത് കാർബോർഡുകൾ ഉപയോഗിച്ചുമാണ്. വീടിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിൽ കൂടി പലപ്പോഴും ഇഴജന്തുക്കളും ഇവർക്ക് കൂട്ടായി എത്താറുണ്ട്. ശൗചാലയമില്ലാത്തതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ദൂരെയുള്ള ബന്ധുവീടുകളെയാണ് ആശ്രയിക്കുന്നത്. എനിക്കൊരു വീട് വേണമെന്നും പറഞ്ഞുകൊണ്ട് സർക്കാർ എല്ലാവരുടെയും പറയും, മെമ്പർമാരെടുത്ത് മാറിയും തിരിഞ്ഞും പറയുന്നു. ഒരുത്തരും എനിക്കൊരു വീട് തന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്കൊരു വീട് വേണം, ഒരു കക്കൂസും ഒരു വീടും വേണം. എനിക്ക് ഒട്ടാറ് സുഖമില്ലാത്ത, എനിക്കും സുഖമില്ല, എൻ്റെ ഭർത്താവിനും സുഖമില്ലാത്ത 2 പൊടി കൊച്ചുങ്ങൾ, അവത്തുങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും? കക്കൂസ് ഇവിടുന്ന് 1/2 കിലോമീറ്റർ നടന്നു പോവാക്കോ? അത് നോക്കൂ. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരു മനസാക്ഷി ചോദിച്ചാൽ എനിക്കൊരു കൊച്ചൊരു വീട്, ഒരു കക്കൂസ് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കണ്ട ആ ഒരു പഴയ വീഡിയോ, ആ വാർത്ത ഇന്ന് ഒരു യുവജന സംഘടന ഏറ്റെടുത്ത് അവർക്ക് ആ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പിയിരിക്കുകയാണ്. വളരെ നാളുകളായി അവർ തങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന അവരുടെ സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കുവാൻ, അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുവാൻ ആ യുവജന സംഘടന എത്തിച്ചേർന്നു എന്നതിൽ അവർ 2 കൈകളും വിരിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. കൊല്ലം എക്സ്പ്രസ് ന്യൂസിന്റെ വാർത്ത തുണയായി ചാത്തന്നൂർ മടത്തിൽക്കുളം ചരിവിള വീട്ടിൽ ശ്രീകണ്ഠൻ പൊന്നമ്മ ദമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധരായി നാഷണൽ യുവ ജനതാദൾ. ചിറക്കര ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ പൊന്നമ്മ എന്ന് പറയുന്ന അമ്മയുടെ വീടിന്റെ ഒരു ദുരവസ്ഥ ഞങ്ങൾ ചാത്തന്നൂരുള്ള എക്സ്പ്രസ് ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ വീഡിയോ മാധ്യമത്തിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അമ്മയും മകന്റെ 2 കുഞ്ഞുങ്ങളും മകന്റെ ഭാര്യയും കൂടി ചേർന്ന് വളരെ 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 മോശപരമായ, ആർക്കും വിഷമം തോന്നുന്ന രീതിയിലുള്ള ഒരവസ്ഥയായിരുന്നു നമുക്കന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ കാര്യം ഞങ്ങളുടെ സംഘടന ഈ അമ്മയ്ക്ക് ഒരു വീട്, പുതിയൊരു വാർത്ത വീടും 2 റൂമും 1 ഹാളും ഉള്ള ഒരു വാർത്ത വീട് അടുത്ത ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ചെയ്ത് കൊടുക്കുമെന്ന് ഞങ്ങൾ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹമല്ല, ഇത് ഞങ്ങൾ കൊടുക്കുന്ന ഉറപ്പാണ്. ഉറപ്പിന്റെ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ നാഷണൽ യുവജനതാദളിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. വിഷ്ണു ശ്യാം എന്നാണ് എൻ്റെ പേര്. ചാത്തന്നൂരാണ് എൻ്റെ സ്ഥലം. അതുപോലെ തന്നെ ഈ സാന്നിധ്യത്തിൽ നമ്മുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സഫിൽ സുൽഫി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇതൊരു സോഷ്യൽ സർവീസ് ആയിട്ടോ അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ഞങ്ങളുടെ ഒരു അമ്മ, എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ വിചാരിക്കുന്നുള്ളൂ. ഇത് ആത്മാർത്ഥമായിട്ട് പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി ഞങ്ങൾ കൊല്ലം ജില്ലാ കമ്മിറ്റി, യുവജനതാദളിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി ചെയ്ത് പണി പൂർത്തിയാക്കി ഉടനെ തന്നെ അടുത്ത 6 മാസത്തിനകത്താണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന് ഈ 6 മാസം പറയുന്നതേ ഉള്ളൂ. അടുത്ത ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഈ പൊന്നിൻ ചിങ്ങ മാസത്തിൽ ഈ അമ്മയ്ക്ക് നമ്മൾ വാക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്തു തീർക്കുന്നതായിരിക്കും. വർഷങ്ങളായി അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് ഇവരുടെ മകളും ചെറുമക്കളും അടങ്ങുന്ന കുടുംബം താമസിച്ചു വരുന്നത്. ഈ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി എക്സ്പ്രസ് ന്യൂസ് വാർത്തയാക്കുകയും ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നാഷണൽ യുവ ജനതാദൾ സ്റ്റേറ്റ് കമ്മിറ്റി വിഷ്ണു ശ്യാമും കൊല്ലം ജില്ലാ പ്രസിഡന്റ് സഫർ സുൽഫി, യുവ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അൻസി, നിഖിൽ ബോസ്, പ്രവീൺ രാജ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിക്കുകയും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ
അടച്ചുറപ്പുള്ള ഒരു വീട് ഇവർക്ക് നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്.